നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണിത്. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഈ വർഷത്തിൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങളും മാനസികമായ സന്തോഷവും എല്ലാവർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ നിപുണായോഗം ചെയ്ത് സർവാഭിഷ്ട സ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നുണ്ട്. ലഗ്നത്തിൽ തന്നെ ഭോഗകാരകനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നുണ്ട്. എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. എങ്കിലും കുറച്ച് വ്യാഴപ്പഴമുണ്ട്. അത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കണം. ഭാഗ്യാധിപതി ലഗ്നത്തിൽ സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനം കൂടി ഉണ്ടെങ്കിൽ അപ്രതീക്ഷിത ഭാഗ്യം കൊണ്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാനിട വരും. അപ്പോൾ അത് കാരണം കൊണ്ട് സാമ്പത്തികമായ വർധനവ്, കർമ്മസംബന്ധമായ അഭിവൃദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. എങ്കിൽ പോലും ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ അനുഭവിക്കാനും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അത് അപ്രിയമായി തോന്നാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സംസാരം വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ, നടുവേദന പോലെയുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. ചന്ദ്രൻ 6ാം ഭാവത്തിൽ സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് നീചത്തിൽ നിൽക്കുന്ന കാരണം വേണ്ടപ്പെട്ടവർ, സഹോദര സ്ഥാനത്തുള്ളവർ, സഹായികളായിരിക്കുന്ന വ്യക്തികളൊക്കെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അകന്നു പോകാൻ ഇടവരാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ട് മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിടപെടാനായിട്ടും സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. നിപുണായോഗമുള്ളത് കാരണം നന്നായിട്ട് സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കാനും സാധിക്കും. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ടും മറ്റുള്ളവരോടൊക്കെ കൂടി സന്തോഷത്തോടു കൂടിയിട്ട് സമയം ചെലവഴിക്കാനൊക്കെ യോഗമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള യോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 7ാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ ബുധനോട് ചേർന്ന് സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യനായതുകൊണ്ട് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് 7ാം ഭാവാധിപതിക്ക് ഉള്ളൊരു 5ാം ഭാവാധിപതി അഷ്ടമാധിപതിയുടെ യോഗം കാരണം കൊണ്ട് ഭാര്യയ്ക്ക് തലവേദന, എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് യോഗമുണ്ട്. 5ാം ഭാവാധിപതിയാണ്. അപ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനും യോഗമുണ്ട്. പുതിയ പ്രേമബന്ധങ്ങൾ തുടങ്ങാൻ യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് നാഗപൂജ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ശനി ജന്മശനിയാണ്, ഏഴശനിയിൽ ജന്മശനിയാണ്. അപ്പോൾ ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല എങ്കിൽ കൂടി അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്താൽ എല്ലാ ഗുണങ്ങളും ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.